കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗം ഏതെന്നറിയാമോ? അതാണ് ടാക്സ് അഥവാ നികുതി. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ പൊതു താല്പര്യ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നിർബന്ധമായും സർക്കാരിലേക്ക് അടയ്ക്കേണ്ടുന്ന തുകയെ പറയുന്ന പേരാണ് ടാക്സ് അഥവാ നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകനെന്നും, കൂടാതെ ഈ നികുതിയെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 265 ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള സംസ്ഥാനം ഏതെന്നറിയാമോ? അതാണ് കൊൽക്കത്ത. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നികുതികളെ കുറിച്ച് നോക്കാം. പാലം, ഗതാഗതം എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ടോൾ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ചോദിച്ചാൽ അത് ഒക്ട്രോയും, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുമേൽ ചുമത്തിയിരിക്കുന്ന നികുതി ചോദിച്ചാൽ അത് കസ്റ്റംസ് ഡ്യൂട്ടിയും, എന്നാൽ ഒരു വ്യക്തിയുടെ സ്വത്തിന്മേൽ ചുമത്തിയിരിക്കുന്ന നികുതി ചോദിക്കുകയാണെങ്കിൽ അത് വെൽത്ത് ടാക്സ് അഥവാ സമ്പത്ത് നികുതിയുമാണ്. പ്രധാനമായിട്ടും ടാക്സുകളെ രണ്ടായിട്ട് തിരിക്കും. ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി എന്നും ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി എന്നും. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമേൽ ചുമത്തുന്ന നികുതിയാണ് ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നത്. പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ആണ് വ്യക്തിഗത ആദായ നികുതി, കമ്പനി ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, കെട്ടിട നികുതി, കൂടാതെ ഭൂനികുതി എന്നിവ. ഇതിൽ വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. വരുമാനം കൂടുന്നതിനനുസരിച്ച് ടാക്സ് നിരക്കും കൂടുന്നു. ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാരാണ് പ്രധാനമായിട്ടും ഇൻകം ടാക്സ് പിരിക്കുന്നത്. എന്നാൽ കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കമ്പനി ടാക്സ് അഥവാ കോർപ്പറേറ്റ് ടാക്സ്. എന്നാൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് GST. കൂടാതെ കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, സർവീസ് ടാക്സ് തുടങ്ങിയവയും പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. ഈ പരോക്ഷ നികുതിയുടെ ആഘാതവും ബാധ്യതയും ഒരു വ്യക്തിയുടെ മേലായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ പരോക്ഷ നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി. എന്നാൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതി ഏതെന്ന് ചോദിച്ചാൽ അത് എക്സൈസ് നികുതിയാണ്. കൂടാതെ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയെ സർചാർജ് എന്നും, സർക്കാർ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന നികുതിയെ സെസ് എന്നും അറിയപ്പെടുന്നു. പ്രളയബാധിത മേഖലയുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രളയ സെസ് ഇതിനൊരു ഉദാഹരണമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് PSC വീഡിയോസിനെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.